പോലീസ് ആസ്ഥാനത്ത് നിർണായക യോഗം ചേരുന്നുവെന്ന വിവരം വരുന്നു. ADGP MR അജിത് കുമാറിനെതിരായ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് കൈമാറുന്നതിന് മുന്നോടിയായിട്ടാണ് യോഗം എന്നാണ് സൂചന. വിശദാംശങ്ങളുമായി ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട്. ഷഫീദ്, വിവരങ്ങൾ. ഈ ADGP MR അജിത് കുമാറിനെതിരെയുള്ള DGPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഇതുവരെയും പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ചേരുന്ന ഈ യോഗത്തിന് ശേഷമായിരിക്കും ഇന്ന് റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിനെ കൈമാറുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. ഈ അന്വേഷണ സംഘത്തിലുള്ള ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതിൽ ഒരാൾ ഒഴികെ അത് ജി സ്പർജൻ കുമാറാണ്. ജി സ്പർജൻ കുമാറും രാവിലെ മുതൽ പോലീസ് ആസ്ഥാനത്തുണ്ടായിരുന്നു. കുറച്ചു സമയം മുൻപാണ് അദ്ദേഹം പോലീസ് ആസ്ഥാനത്ത് നിന്ന് മറ്റെവിടേക്കോ പോയത്. തൃശൂർ റേഞ്ച് DIG അതേപോലെ തന്നെ ക്രൈംബ്രാഞ്ച് SP മധുസൂദൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ADGPക്കെതിരെ ഇതുവരെ അവർ ശേഖരിച്ചിട്ടുള്ള മൊഴികൾ, മാത്രവുമല്ല വീഴ്ചകളുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരശേഖരണത്തിന്റെ ഭാഗങ്ങൾ, തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ടാകും. അങ്ങനെ ഒരു സമഗ്രമായ റിപ്പോർട്ടായിരിക്കും ഇന്ന് DGP ആഭ്യന്തര വകുപ്പിന് കൈമാറുക. ഒരു പക്ഷേ ഇന്ന് തന്നെ ആ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ മുൻപിലേക്ക് എത്താൻ സാധ്യതയില്ല. കാരണം ഈ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിന്റെ പരിശോധന, ആഭ്യന്തര സെക്രട്ടറിയുടെ പരിശോധന കഴിഞ്ഞ ശേഷമായിരിക്കും റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് മുൻപാകെ എത്തുക. അതൊരു പക്ഷേ നാളെ ആയിരിക്കും എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് കരുതാൻ കഴിയുന്ന വിവരം. അതേസമയം ഈ യോഗം നിർണായകമാണ്. ഈ യോഗത്തിന് ശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക അന്വേഷണ സംഘം. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. പോലീസ് ആസ്ഥാനത്ത് നിർണായക യോഗം ഇപ്പോൾ ചേരുകയാണ്. ADGP MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് യോഗം എന്നാണ് ഷഫീദ് റാവുത്തർ റിപ്പോർട്ട് ചെയ്യുന്നത്.